ഹായ് ഗേസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം ഗേസ്. കുറേ നാൾ ഇൻട്രോയൊന്നും എടുക്കാതിരുന്നിട്ട് ആ ഒരു ടച്ചൊക്കെ പോയിട്ടുണ്ട്. എടാ അങ്ങോട്ട് കയറ്റിയോടാ, എടാ അവിടെ കയറ്റി വെച്ചേ ഗേസ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കടലാണിപ്പാറയിലാണ്. കുറച്ച് നാളായി ഇങ്ങോട്ട് വന്നിട്ട്. ഓഹോ കറക്കി വേടാ ഗേസ്. അപ്പോൾ നമ്മളിപ്പം നമ്മുടെ ഡ്യൂക്കുണ്ട്, അക്കുണ്ട്, ഞാനുണ്ട്. വണ്ടി ഇങ്ങോട്ട് കയറ്റി വെച്ചിരിക്കുന്നത് ഗേസ്. ഈ ഒരു പൊസിഷൻ ഉണ്ടല്ലോ, ഈ ഒരു പൊസിഷൻ ഞാൻ നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് അറിഞ്ഞൂടെ. നിങ്ങൾ ഈ ഒരു ക്ലിപ്പ് കണ്ടു നോക്ക്. എവിടെ ഓക്കെ അല്ലേ ഗേസ്? ഞാൻ വണ്ടി എടുത്ത സമയത്ത്, അതെ ഞാൻ ഈ ഡ്യൂക്ക് എടുത്ത സമയത്ത് ഞാൻ ഇവിടെ വന്നു നിന്നാണ് വണ്ടിയുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ബാക്കി എടുത്തത്. അപ്പോൾ അവിടെ തന്നെ ഞാൻ വണ്ടി കയറ്റി വെച്ചേക്കുവാണ്. കൂടെ അക്കു ഉണ്ട് അല്ലേ അക്കു? അന്ന് നമ്മൾ വണ്ടി വന്നിട്ട്, നീ ആദ്യമായിട്ട് വണ്ടി ഓടിക്കുന്നത് എവിടെ നിന്ന് അറിയാവോ? ഈ ഡ്യൂക്ക് ഓടിക്കുന്നത് എവിടെ നിന്ന് അറിയാവോ? ഇവിടെ നിന്ന് അങ്ങോട്ട്. ഞാൻ കഴിഞ്ഞ അടുത്തായിട്ട് വണ്ടി ഓടിക്കാൻ പോകുന്നത് നമ്മുടെ അക്കു ആണ്. ഇന്ന് രണ്ട് സന്തോഷ വാർത്തകളുണ്ട്. ഒന്ന്, ഞാൻ ഈ വണ്ടി കൊടുക്കുവാണ്. കൊടുക്കുന്ന വേറെ ആർക്കുമല്ല, അത് രണ്ടാമത്തെ സർപ്രൈസ് ആണ്. അത് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഞാൻ വണ്ടി കൊടുക്കാൻ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കിപ്പം ബൈക്കിനെക്കാളും കുറച്ചും കൂടെ ഇപ്പോൾ എന്തായാലും കുറച്ചുകൂടെ പുറത്തോട്ട് പോയി വ്ളോഗും കാര്യങ്ങളൊക്കെ എടുക്കണമെന്ന് ഇങ്ങനെ കുറച്ച് നാളായിട്ട് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. കാലാവസ്ഥയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ബൈക്കിനെക്കാളും കുറച്ചും കൂടി നല്ലത് കാറാണെന്ന് എനിക്ക് തോന്നി. അപ്പോഴത്തേക്ക് എന്തായാലും ബൈക്ക് കൊടുത്തിട്ട് ചെറിയൊരു കാർ എടുക്കാനായിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്തത്. അപ്പോൾ എന്തായാലും ബൈക്ക് ഞാൻ കൊടുക്കാൻ തീരുമാനിച്ചു. ബൈക്ക് എടുക്കുന്ന വേറെ ആരുമല്ല, എൻ്റെ അനിയൻ തന്നെയാണ്. അവൻ ഏകദേശം ഇപ്പോൾ ഒരു 1.5 വർഷമായിട്ട് ജോലിക്കും കാര്യങ്ങളൊക്കെ പോയിട്ട് അവൻ്റെ സേവിങ്സ് വണ്ടി എടുക്കാനായിട്ട് വെച്ചിരുന്ന പൈസയ്ക്ക് ഞാൻ ഈ ബൈക്ക് കൊടുക്കുന്നു എന്ന് അറിഞ്ഞപ്പോഴത്തേക്ക്, ഞാൻ കൊടുക്കുന്ന പൈസയ്ക്ക് തന്നെ ബൈക്ക് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവനാണ് ഞാൻ ബൈക്ക് കൊടുക്കുന്നത്. വണ്ടി നമ്മൾ രാവിലെ കൊണ്ടുപോയി കഴുകി ലൂബും കാര്യങ്ങളൊക്കെ ചെയ്ത്, ചെയിൻ സോക്കറ്റ് ഉണ്ടായിരുന്നു, അത് മാറി. ഇനിയിപ്പോൾ അതിൽ വേറെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ വണ്ടി നമ്മുടെ അനിയനാണ് കൊടുക്കുന്നത്. ഞാൻ കാർ എടുത്തു. കാർ ഏതാണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേസ്. അപ്പോൾ ഇതാണ് കടലാണിപ്പാറ. നമ്മുടെ കല്ലറ ഈ ഏരിയയിലൊക്കെ ഉള്ളവരൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ താഴെയായിട്ട് കമൻറ്റ് ചെയ്യുക. അവിടുത്തെ പാറ ഉണ്ട്, ഇങ്ങനെ വീഴാനായിട്ട് വന്നിരിക്കുന്ന പോലെ. നീ എന്നാണ് ഇവിടെ ആദ്യമായിട്ട് വരുന്നത്? പഠിക്കുമ്പോഴാണോ? ഞാൻ ഒരു 4ാം ക്ലാസ് ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് വാപ്പ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര അതിശയമായിരുന്നു. ഈ പാറ ഇപ്പോൾ വീഴുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെയാണ് നിന്ന്. അങ്ങനെയല്ലേ ഈ പാറ ഇരിക്കുന്നത്? ഇവിടെ ഉള്ളവർക്ക് പറയുമ്പോൾ ചിരി വരും, പക്ഷേ ഇത് ഒരു പാറ ഇങ്ങനെ വീഴില്ല എന്ന് പറഞ്ഞിരിക്കുന്ന പോലെയാണ് ഇതിൻ്റെ ആകൃതി. അപ്പോൾ ഇതാണ് കടലാണിപ്പാറ. പറഞ്ഞ കാര്യം വേറെ ഒന്നുമല്ല, വണ്ടി വേറെ എങ്ങും കൊടുക്കേണ്ടി വന്നില്ല, അനിയനെ കൊടുക്കേണ്ടി വന്നതിലുള്ള സന്തോഷമുണ്ട്. പിന്നെ കാറും എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ എറണാകുളത്തോട്ട് ഞാൻ കാറിലായിരിക്കും പോകുന്നത്. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും അനിയന് വണ്ടി കൊടുക്കുന്ന സമയത്ത് കാണാം. നല്ല വെയിൽ ഗേസ്. അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി ഇതായോടെ ഇരിപ്പുണ്ട്. നമ്മുടെ അനിയൻ എത്ര നാളത്തെ കഷ്ടപ്പാടാണ് അതിൻ്റെ? 1.5 കൊല്ലത്തെ ഗേസ്, 1.5 കൊല്ലത്തെ കഷ്ടപ്പാട്. ഞാൻ സത്യം പറഞ്ഞാൽ ഞാനൊരു ജോലിക്കും 8 മാസത്തിൽ കൂടുതൽ പോയിട്ടില്ല. 1.5 വർഷം പണിയെടുത്ത് വണ്ടി എടുത്തിട്ടുണ്ട്. അപ്പം ഞാനും ഉമ്മയും കൂടെ നമ്മുടെ ഈ ഒരു കീ കൈമാറാനായിട്ട് പോവുകയാണ്. ഇങ്ങോട്ട് പിടി, രണ്ട് വലത്തെ കൈ ഇങ്ങോട്ട് കാണിരി. അപ്പം ഹർഷേ, ഹാപ്പി ബർത്ത്ഡേ ടു യു. യെസ്. അപ്പം നമ്മൾ ബൈക്ക് അനിയന് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരു കാർ എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വണ്ടി. ചെറിയൊരു വണ്ടിയാണ് നമ്മൾ എടുത്തത്. ഹുണ്ടായുടെ ഒരു ഇയോൺ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ ഇനി ഇത് മതിയായിരിക്കും. അപ്പം നമുക്കിനി നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പം എന്താണ് ഉമ്മ, ഹാപ്പി അല്ലേ? ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. ആണ്. നീ ഹാപ്പി അല്ലേടാ? ഹാപ്പിയാണ്. അപ്പം ഉറങ്ങോട്ട് പോയിട്ടാ, എക്സ്ക്ലൂസീവ് സാധനമാണ്. മാത്രം ഒന്ന് റെഡിയാക്കണ്ട, നീ ചെയ്തോളാം. ഓക്കെ? എന്തെങ്കിലും കാല് എത്തൂല, എനിക്കും എത്തത്തില്ല. നമ്മൾ കാലെത്തൂലെങ്കിൽ ഇത്രയും നാൾ വണ്ടി ഓടിച്ച്. ഇത് അങ്ങോട്ട് ചേട്ടാ, വണ്ടി കൊണ്ടുപോയി. ഗേസ്, നാളെ ഞാൻ എറണാകുളത്തോട്ട് പോകും. അപ്പം നമുക്ക് നമ്മുടെ കാറിൻ്റെ താക്കോലും എടുത്തോണ്ടാ ഗേസ്. അപ്പം വണ്ടി എല്ലാം വാപ്പായാണ് പോയി നോക്കി റെഡിയാക്കി എടുത്തത്. ഇനിയിപ്പോൾ KL01 BH 5698 കാണുവാണെങ്കിൽ ഞാനായിരിക്കും. ഇറ്റ്സ് മീ ഗേസ്. അപ്പം ഞാൻ താക്കോലെടുക്കുന്നത്. നമുക്ക് കാറൊന്ന് പിടിച്ചോ. ഓക്കെ. ആർക്കാ ലിഫ്റ്റൊക്കെ കൊടുത്തോണ്ട് വരുന്നല്ലോ? ആളെ അവിടെ കിട്ടി. എങ്ങനെയുണ്ട്? ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ ഇനി കല്ലറ ഏരിയയിൽ ഇവൻ കിടന്ന് പറക്കുന്ന കാണുവാണെങ്കിൽ എനിക്ക് സ്ക്രാച്ച് ചെയ്യാം.
കയറി AC ഇങ്ങനെ ഇരുന്നളിയാ, ഇതെല്ലാം ഇനി പഠിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ നമ്മൾ ബൈക്കിൽ നിന്നും കാറിലോട്ട് കയറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഈ സിയോൺ ചെറിയ വണ്ടിയാണ്, നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന വണ്ടി നമ്മൾ എടുത്തു. അപ്പോൾ ഇനി ആൾക്കാർ ചോദിക്കാൻ, നിനക്ക് വീട് വെച്ചുകൂടെടാ ഈ വണ്ടി എടുത്ത പൈസയ്ക്ക് എന്ന് പറയരുത്. ഈ വണ്ടി എടുത്ത പൈസയ്ക്ക് എനിക്ക് വീട് വയ്ക്കാൻ പറ്റത്തില്ല. പിന്നെ നമ്മുടെ മുന്നോട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു കാർ അത്യാവശ്യമാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ എനിക്കൊരു കാർ എടുത്തത്. ഇതിപ്പോൾ നമ്മൾ ഇത്രയും നേരം റെക്കോർഡ് ചെയ്തതൊന്നും കിട്ടിയിട്ടില്ല. ഈ കെണ്ടാമണിയെ റെക്കോർഡ് ഓൺ ആക്കിയിട്ടില്ലായിരുന്നു. ഇതിപ്പോൾ കുറേ നാളത്തെ ആഗ്രഹമാണ്, ഞാൻ വീണ്ടും പറയുകയാണ്. അപ്പം കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു കാർ എടുക്കുക എന്നുള്ളത്. അതെടുത്ത് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഈ സമയത്ത് അവിടെ അനി ഒരു വണ്ടി എടുക്കാൻ നിൽക്കുമായിരുന്നു. ആ വണ്ടി എടുക്കാനുള്ള പൈസ സെറ്റാക്കിക്കൊണ്ട് നമുക്ക് വണ്ടി വെളിയിൽ കൊടുക്കേണ്ടി വന്നില്ല. അല്ലെങ്കിൽ ഞാൻ വണ്ടി എന്തായാലും വെളിയിൽ എവിടെയെങ്കിലും കൊടുത്തിട്ട് അതിന് ഒരു കാർ എടുക്കണമെന്ന് തന്നെ വിചാരിച്ചായിരുന്നു. അപ്പോൾ അനിയനെ കൊടുക്കാൻ പറ്റിയതിലൊരു സന്തോഷമുണ്ട്. അപ്പം നമ്മൾ ആ 2 വണ്ടി ഇപ്പോൾ വീട്ടിലുണ്ട്. അവൻ എടുത്ത വണ്ടി അവൻ്റെ വണ്ടി. അപ്പം എൻ്റെ വണ്ടി ഞാൻ ഇനി പറയുന്നില്ല, ബൈക്ക് അവൻ്റെ വണ്ടിയാണ്. അപ്പോൾ അവൻ്റെ വണ്ടിയും ഇപ്പം നമ്മുടെ കാറും ഇപ്പം എന്തായാലും ഹാപ്പിയാണ്. നീ ഹാപ്പി അല്ലേടാ? അത്ര ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കാൻ പോവാണ്. എത്ര രൂപയ്ക്ക് ഫുൾ ടാങ്ക് അടിക്കാൻ പറ്റുമോ നോക്കാം. 1000, 2000, എത്ര രൂപ ആവുന്നുണ്ട്? ഫുള്ളായി ഫുൾ ടാങ്ക് പെട്രോൾ 2860 അല്ലേ? 2860. പിന്നെ വാപ്പ കുറച്ച് അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം ഒരു 3000 ഉണ്ടെങ്കിൽ ഫുൾ ടാങ്ക് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗൈസ് അങ്ങനെ വണ്ടിയിൽ ചെറുതായിട്ടൊന്ന് സീറ്റ് ഓവർ അടിക്കാനായിട്ട് ഇതാ അനിയൻ വാപ്പയെ ഏൽപ്പിച്ചേക്കണം. അനിയൻ കടയിൽ പോയേക്കണം അല്ലേ മാ? അനിയൻ കടയിൽ പോയിട്ട് വാപ്പയാണ് ഇതാ വണ്ടി കൊണ്ട് പോകുന്നത്. അങ്ങനെ വാപ്പ വണ്ടിയൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ വാപ്പയ്ക്കും അപ്പ റൈഡറാണ്. വാപ്പരയിൽ നിന്ന് കിട്ടിയ ചെറിയ ചെറിയ കഴിവുകൾ കൊണ്ടാണ് നമ്മൾ ഇതൊക്കെ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. എന്തായാലും വൈകിട്ട് ഞാൻ നേരെ എറണാകുളത്തോട്ട് പോകുന്നതായിരിക്കും. കഴിഞ്ഞ വീഡിയോയിൽ ഉമ്മയെ ഒരുപാട് പേര് തിരക്കി എന്ന് പറയാൻ പറഞ്ഞു. എന്താണ് അവരുടെ അടുത്ത് പറയാനുള്ളത്? ഞാനും തിരക്കിയ കഴിഞ്ഞ വീഡിയോ കണ്ടായിരുന്നു. ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചാ എന്തെന്ന് പറഞ്ഞു? കൊള്ളാന്ന് പറഞ്ഞ്. ഓക്കെ ഗേസ്, അപ്പൊ നമ്മുടെ വണ്ടി പുറയിൽ കിടപ്പുണ്ട്. നമ്മുടെ ഉമ്മ ഇവിടെ നിൽപ്പുണ്ട്. ഉമ്മ ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്, സന്തോഷവതിയാണ് ഗേസ്. അപ്പൊ ഇനിയിപ്പോ അങ്ങോട്ട് വ്ളോഗും കാര്യങ്ങളൊക്കെ കാണും. ഗേസ്, അപ്പൊ എന്തായാലും അത് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗ് ഞാൻ ഇവിടെ എൻഡ് ചെയ്യണം. അപ്പൊ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കിടക്കാച്ച് വ്ളോഗുമായിട്ട് കാണുന്നവരെ ബൈ ബൈ ഗേസ്, ലവ് യു ആൾ, ടാറ്റാ.